ഞാനും നന്ദുവും ഈ വീട്ടിലെ മരുമക്കളാ. എന്റെ അനിയത്തിയും കൂടി ഈ വീട്ടിലേക്ക് കയറി വന്ന സ്ഥിതിക്ക് അവളെ കുറിച്ച് ഞാനും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ കാണിക്കണമെന്ന് എന്റെ അച്ഛനും അമ്മയും ചിലപ്പോ ചിന്തിച്ചെന്നിരിക്കും. അതുകൊണ്ടാ ഈ വിഷയം ഗിരിയുടെ അടുത്ത് സംസാരിക്കണമെന്ന് അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടത്. അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ അത് ഗിരിയുടെ അടുത്ത് പറയേണ്ട ഒരു കടമ എനിക്കുണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. നീയല്ല, ഇനി ദൈവം തമ്പുരാമെന്ന് പറഞ്ഞാലും നിതീഷിനി SS ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പടി ചവിട്ടില്ല. ഈ തീരുമാനത്തിന് ഒരു മാറ്റം ഇനി ഉണ്ടാവില്ല സുമി. നിങ്ങൾ എന്നെ താലിമാലയിൽ പിടിത്തോട്ടപ്പോ കൈയെടുക്കാൻ ഞാൻ പറഞ്ഞതേ ബന്ധം വെച്ചു പോകുന്ന ഭാര്യയുടെ മനോവ്യത കൊണ്ടല്ല. അല്പം മുമ്പ് എന്നെ അസഭ്യം പറഞ്ഞ പുഴുത്തു നാറിയ ആ നാവ് സ്ഥിതി ചെയ്യുന്ന ശരീരം എന്നെ സ്പർശിക്കുന്നതിലുള്ള അറപ്പ് കൊണ്ടാ. ബന്ധം തീർന്നല്ലോ. ദേ, മേലാൽ ഈ പടി ചവിട്ടി പോകരുത്. ഇറങ്ങു വെളിയില്. ഇറങ്ങാൻ. എന്റെ പെങ്ങൾക്ക് നിന്നെ വേണം. അത് അവളോട് എന്റെ മുഖത്ത് നോക്കി പറയാൻ പറയും, അല്ലാതെ ഞാനോട് പോവില്ല. നീ പോവില്ലടാ. അനുവേട്ടാ, ഇനി സന്ദീപിനെ തല്ലാൻ പറ്റില്ല. അവന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അച്ചു, നീ മുന്നിൽ നിന്ന് മാറാതെ പറഞ്ഞ. ഇല്ല, എന്തിന്റെ പേരിലായാലും ശരി, ഇനി തല്ലരുത് ഈ പാവത്തിന്. പാവോ? ഇവനോ? ഇവനെ ഞാനൊന്ന് കൊല്ലും. കൈവിടാൻ. പറയുന്നത് കേൾക്കാറില്ല. ആ റെഡിങ് എടുത്തേ. ഈ സാരി ഗംഗയ്ക്ക് നന്നായിട്ട് ചേരും. ഗംഗയ്ക്ക് ഈ ഡ്രസ് നന്നായിട്ട് ചേരുന്നുണ്ട്. ആണോ മഹിയേട്ടാ? ഈ കളറിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടായി. ഇതോടെ ബില്ല് ചെയ്തോളൂ. ശരി സാർ. ആ, ഗംഗയ്ക്ക് വേറെ എന്തെങ്കിലും വേണോ? വേണ്ട. മൈ ഗോഡ്, ഞാൻ എന്തായി കേൾക്കുന്നേ? അമ്മുവിന്റെ ഭർത്താവ് സഞ്ജു ആണെന്നോ? ഞാൻ അവളെ ഒഴിവാക്കാൻ കാരണമുണ്ട്. മംഗലശ്ശേരിക്കാർക്ക് ആ സത്യം അറിയില്ല. ലക്ഷ്മി കൊല്ലപ്പെട്ടാൽ വീട്ടിൽ നിന്നൊരു പെണ്ണ് മരിച്ചുപോയെന്നല്ലേ അവര് കരുതും. സ്വാതിയെ ടാർഗറ്റ് ചെയ്തപ്പോ മംഗലശ്ശേരി അത് ഉലച്ചു കളഞ്ഞില്ലേ? അവൾ എത്രത്തോളം വളർന്നു കഴിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞത് പിന്നീടാ. ഒരു വേലക്കാരിയുടെ സ്പേസിൽ നിന്ന് ഒരു മരുമകളുടെ കടമകളാ അവളിപ്പോ ചെയ്യുന്നത്. ഇനി വീഴേണ്ടത് അവള് തന്നെയാ. അല്ലെങ്കിൽ മല്ലിക പറഞ്ഞതുപോലെ കതിർ മണ്ഡപത്തിൽ വെച്ച് എനിക്ക് ആ പെണ്ണിന്റെ മുന്നിൽ തല കുമ്പിടേണ്ടി വരും. അളിയൻ കാലന്റെ വരവും കാത്തു കിടക്കുമ്പോ ഇങ്ങനൊരു ആഘോഷം വേണ്ടെന്നല്ലേ അവള് പറഞ്ഞത്. അതൊരു മുട്ടാപ്പോക്ക് ന്യായമാണ് പ്രതാപ. ഗോപിയേട്ടനല്ല അവളുടെ പ്രശ്നം. അതിലും വലുതായ എന്തോ ഒന്ന്. അത് നമുക്കറിയണം. അല്ല, അതിന് ചേച്ചി അവളെ പിടിച്ചെന്ന് വരട്ടിയ പോരെ. തത്ത പറയുമ്പോൾ അവള് കാര്യം പറയില്ലേ?
അതൊക്കെ പണ്ട്. ഇപ്പൊ അവളൊന്നും വിട്ടു പറയില്ല, പ്രവർത്തിക്കുകയുള്ളൂ. വല്ലാത്ത ചങ്കുറപ്പുള്ളവളാ പാർവതി. ഇനി അവളോട് ഇടപെടുന്നത് കരുതി വേണം. ആ ഒരു തോന്നൽ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പണ്ട് എന്റെ മുഖത്തേക്ക് നേരെ നോക്കാത്തവള് ഇപ്പൊ എന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി സംസാരിച്ചു തുടങ്ങി. ഇതിന്റെ പിന്നിൽ മറ്റാരും ഉണ്ട് പ്രതാപ. അത് വിശാൽ മാത്രമല്ല, മറ്റാരും. അമ്മ അശ്വതിയെ കുറിച്ച് നിനക്ക് എല്ലാം അറിയാലേ? കള്ളം പറയാൻ ശ്രമിക്കണ്ട, ഞാൻ എല്ലാം അറിഞ്ഞു. അശ്വതിയുടെ യഥാർത്ഥ പേര് അഭിരാമി എന്നാണെന്ന് നിനക്കറിയാലേ? അശ്വതി അരുണുമായിട്ടുള്ള ബന്ധവും അറിയാം. എല്ലാം അറിയാം അമ്മ. അമൃതടുത്തേക്ക് എല്ലാം അറിയാം. അമൃതടുത്ത് എന്നോട് ദേഷ്യം കാണിച്ചതിന് കാരണം അശ്വതി ചേച്ചിയായിരുന്നു. തൃപ്പങ്ങോട്ട് സുഭദ്ര മണ്ണാങ്കട്ടകളായ മനുഷ്യജന്മം ഉപേക്ഷിച്ചവളാ. അവള് വിചാരിച്ചാൽ പലതും നടക്കും, പലതും. രാധയെ കിട്ടണമെങ്കിൽ, നിന്റെ മകൻ കാശിനാഥനെ കിട്ടണമെങ്കിൽ ആദ്യം നീ ആ സുഭദ്രയെ ഒരു തുണ്ട് കാഞ്ഞിരപ്പലകയിൽ തറയ്ക്കാൻ നോക്ക്. അവൻ 1.5 പിരി ലൂസാണെന്ന് തോന്നുന്നു. ഇത്തരക്കാരെ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കണം. അയാളെ ആരെങ്കിലും ഇങ്ങോട്ട് അയച്ചു താവാനും വഴിയുണ്ട്. ആരയക്കാൻ? അല്ലെങ്കിൽ തന്നെ അഞ്ജലിക്ക് ഇവിടെ ആരാ ശത്രുക്കള്?